അപ്പോൾ നമ്മൾ ഒരുപാട് മെഷേഴ്സ് പഠിച്ചു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അതായത് ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ് ആൻഡ് മൊമെൻറ്റ്സിനെയും ക്വാർട്ടൈലിനെയും ബേസ് ചെയ്തിട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ മെഷർ ഓഫ് അസിമെട്രീനെയാണ് നമ്മൾ കോമൺലി സ്ക്യൂനെസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്യൂനെസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് സപ്പോസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു സീരീസിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ഇവൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും അസിമെട്രിക്കൽ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഈ കേർവ് ഡിസോർട്ടഡ് ആയിരിക്കും. സപ്പോസ് കേർവ് ഡിസോർട്ടഡ് അല്ലെങ്കിൽ അത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമെട്രിക്കൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും സ്ക്യൂഡ് ആയിരിക്കും, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ സ്ക്യൂനെസ് എന്ന് വെച്ചാൽ എന്താണ്? ലാക്ക് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഫ്രം സിമെട്രി ആണ്. അതായത് സ്ക്യൂനെസ് എന്ന് വെച്ചാൽ സിമെട്രീൻ്റെ ലാക്നെസ് കൊണ്ട് സംഭവിക്കാം. അതിനെയാണ് നമ്മൾ എന്താ പറയുക? സ്ക്യൂനെസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് താഴെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിൻ്റെ അകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ പോസിറ്റീവ് സ്ക്യൂവും, പിന്നെ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും, അതേപോലെ തന്നെ നെഗറ്റീവ് സ്ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ഈ പോസിറ്റീവ് സ്ക്യൂവും നെഗറ്റീവ് സ്ക്യൂ ഒക്കെ നമ്മൾ പറയാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് ഒരുപാട് വാല്യൂസ് മോഡിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ മോഡാണെങ്കിൽ, നമ്മൾ ആ ഫ്രീക്വൻസി കർവിനെ ആണ് നമ്മൾ എന്താ പറയുക? പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. അപ്പോൾ മോഡിനേക്കാൾ കൂടുതൽ വാല്യൂസ് മോഡിനേക്കാൾ കൂടുതൽ വരുമ്പോൾ ആ ഫ്രീക്വൻസി കർവ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓക്കെ, കൂടുതലെന്ന് പറഞ്ഞാൽ ടെയിൽ ടു ദ റൈറ്റ് സൈഡ്. ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് നമുക്ക് കാണാം. റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ കർവ്, അതിനെ ടെയിൽ എന്നാണ് നമ്മൾ പറയുക. ടെയിൽ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ചെരിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയാം. പിന്നെ മിഡിലുള്ളത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ അപ്പുറത്തത് നെഗറ്റീവ് സ്ക്യൂ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് അല്ല. അപ്പോൾ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് വെച്ചാൽ, അതായത് മോർ വാല്യൂസ് ലെസ് ദാൻ മോഡ് ആകുമ്പോഴാണ്. നേരത്തെ നമ്മൾ മോർ വാല്യൂസ് ഗ്രേറ്റർ ദാൻ മോഡാണ്. അപ്പോൾ നെഗറ്റീവിൽ എന്തായിരിക്കും? ലെസ് ദാൻ മോഡാണ്. ഏറ്റവും കൂടുതൽ വാല്യൂസ് മോഡിനേക്കാൾ കുറവുള്ളപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് സ്ക്യൂനെസ് കിട്ടുക. അപ്പോൾ ഈ ഫ്രീക്വൻസി കർവിന് ലോങ്ങർ ടെയിലായിരിക്കും ഉണ്ടാവുക. അതായത് ടു ദ ലെഫ്റ്റ് സൈഡ് ദാൻ അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാവും ടെയിൽ വന്നിട്ടുണ്ടാവുക. ലാസ്റ്റ് ഫിഗർ നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് സൈഡിലേക്ക് കർവ് അല്ലെങ്കിൽ അത് ടെയിൽ താഴ്ന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ്ലി സ്ക്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മീനും മീഡിയനും മോഡും ഈക്വൽ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അത് നമുക്ക് നേരത്തെ ഈ ഗ്രാഫിൻ്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈക്വൽ ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ, മീറ്റ് ചെയ്യുന്ന ആ പൊസിഷനാണ് നമുക്ക് ഈ ബെല്ലായിട്ടുള്ള ഈ കർവ് കിട്ടുക. മീനും മീഡിയനും മോഡും മൂന്നും സെയിം ആവും. ഒന്നും കുറവും വരില്ല, ഒന്നും കൂടുതലും വരില്ല. അപ്പോൾ അതാണ് നമുക്ക് എന്തായിട്ട് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കിട്ടുക. അപ്പോൾ ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് AM ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയാം. പിന്നെ AM ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡാണെങ്കിൽ ആ സ്ക്യൂനെസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? നെഗറ്റീവ്ലി സ്ക്യൂഡ്
ഓക്കെ. അപ്പോൾ അതിൽ സ്ക്യൂനെസ്സിന് നമ്മൾ മെഷർ ചെയ്യുന്നത് അബ്സല്യൂട്ട് ടേംസിലാണ്. അതായത് മീൻ്റെയും മീഡിയൻ്റെയും മോഡിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുക, സ്ക്യൂനെസ് മെഷർ ചെയ്യുക. അപ്പോൾ therefore the absolute measure of skewness is given as skewness equal to mean minus mode. നമ്മൾ പറഞ്ഞ പോലെ മീൻ്റെയും മീഡിയൻ്റെയും മോഡിൻ്റെ എല്ലാം ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാണുക, അബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് കാണാം. അപ്പോൾ സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീൻ മൈനസ് മീഡിയൻ. ഇതാണ് ഇതിൻ്റെ എംപെരിക്കലായിട്ടുള്ള ഫോർമുല, 3 മീൻ മൈനസ് മീഡിയൻ. ഓക്കെ. സ്ക്യൂനെസ്സിൻ്റെ ഒരു അടുത്ത മെത്തേഡാണ് കാൾ പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഇപ്പോൾ കാൾ പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ പറയുന്നത് അതൊരു മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അതായത് നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് കാൾ പേഴ്സൻ്റെ മെത്തേഡ്. അപ്പോൾ ഈ കാൾ പേഴ്സൺ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ്റെയും മോഡിൻ്റെയും മാത്രം ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ കാണുക, നമുക്ക് സ്ക്യൂനെസ് മെഷർ ചെയ്യാം. ഓക്കെ. അതായത് ഡിഫറൻസ് ഈസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു ഗീവ് എ റിലേറ്റീവ് മെഷർ. അതായത് നമ്മൾ ഡിഫറൻസ് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് മീൻ്റെയും മോഡിൻ്റെയും ഡിഫറൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യും സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട്. അതാണ് കാൾ